നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 തന്ത്രങ്ങൾ കഴിഞ്ഞു. മിത്രഭേദം, എന്താണ് പറയാട്ടോ. ആദ്യത്തെ തന്ത്രം മിത്രഭേദം, രണ്ടാമത്തെ തന്ത്രം മിത്രലാഭം. അതായത് മിത്രഭേദം എന്ന് വെച്ചാൽ നമ്മൾ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പല മിത്രങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചങ്ങാതിമാരുടെയും സ്വഭാവങ്ങൾ തമ്മിലുള്ള ഭേദവ്യത്യാസം നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഴിവാണ് മിത്രഭേദം എന്ന തന്ത്രം. ആ തന്ത്രം ഭരണകർത്താക്കൾക്ക് അത്യാവശ്യമാണ് താനും. പാടലീപുത്രത്തിലെ രാജകുമാരന്മാരെ പഠിപ്പിക്കാനായിട്ട് സോമശർമാവ് എന്ന മഹാഗുരു കഥകളിലൂടെ ഭേദത്തിൻ്റെ മാഹാത്മ്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്ക് അപ്പോഴേക്കും ഉത്സാഹമായി. മിത്രഭേദം ഇത്ര ഭംഗിയായിട്ട് നമ്മൾ ഗുരുവിൽ നിന്ന് പഠിച്ചില്ലേ, ഇനി മിത്ര ലാഭമുണ്ടത്രേ. നമുക്ക് എങ്ങനെ മിത്രങ്ങളെ കൊണ്ട് ലാഭമുണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ മിത്രങ്ങൾ വഴി വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെ എന്നുള്ള തന്ത്രമാണ് മിത്രലാഭം. ആമയുടെയും എലിയുടെയും കാക്കയുടെയും ഒക്കെ കഥ അത് വളരെ പരസ്പരം സഹകരിച്ചും പരസ്പരം സഹായിച്ചും പരസ്പരം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരാൾക്ക് അപകടം വരുമ്പോൾ മറ്റ് 2 കൂട്ടരും ഒരുമിച്ച് ചേർന്ന് അയാളെ രക്ഷിക്കും. അയാളെ രക്ഷിച്ച് കഴിഞ്ഞ് പോയി അവർ ജീവിക്കാൻ തുടങ്ങി. മറ്റൊരാൾക്കായി പിന്നെ കെണി. അപ്പോൾ അവരെ രക്ഷിക്കും. ഇങ്ങനെ പരസ്പരം മിത്രങ്ങളെ കൊണ്ട് ലാഭമുണ്ടാക്കി തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നൊരു തന്ത്രമാണ് മിത്രലാഭം. ഇത് ഭരണാധികാരികൾക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. നല്ല സുഹൃത്തുക്കൾ അവർ വഴിയാണ് ആപത്തിൽ നിന്നും പലപ്പോഴും രക്ഷപ്പെടുക. ഇനി അടുത്തതായിട്ടുള്ള തന്ത്രം പഞ്ചതന്ത്രമുണ്ട്, 5 തന്ത്രമുണ്ട്. അതിൽ അടുത്ത തന്ത്രം സന്ധി വിഗ്രഹം എന്നാണ്. ഈ സന്ധി വിഗ്രഹം എന്ന് പറയുന്ന ഒരു തന്ത്രം ഭരണാധികാരികൾക്ക് കൂടിയേ തീരും. അതെന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മളത് ഇതാകുക. സാധാരണ ഇത്രയും കഥകൾ നമ്മൾ 10, 25, 30 കഥകളായി ഈ പഞ്ചതന്ത്രത്തിൽ പറയുന്നു, കേൾക്കുന്നു. ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ കാക്കകൾ എപ്പോഴും കൂമന്മാർക്ക് ശത്രുക്കളാണ്. കൂമന്മാരെന്നും പറയും, മൂങ്ങകളെന്നും പറയും. അവർ പരസ്പരം ശത്രുക്കളാണ്. ഇവരുടെ ജന്മന ഇവർക്ക് ഉള്ള 2 സിദ്ധികളെന്ന് പറയാം, അല്ലെങ്കിൽ പോരായ്മകളെന്ന് പറയാം. കാക്കകൾക്ക് പകല് കണ്ണ് അസലായിട്ട് കാണും. അപ്പോൾ മൂങ്ങകൾക്ക് കൂമന്മാർക്ക് പകലത്ര അങ്ങോട്ട് തെളിച്ചം കിട്ടില്ല. ഒരു നിഴൽ പോലെ അത്രയൊക്കെ ഉള്ളൂ. മിക്കവാറും പകല് അവർക്ക് കണ്ണ് കാണുകയില്ല എന്ന് തന്നെ പറയാം. ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോൾ എന്തോ ഒരു നിഴൽ അത്രേ ഉള്ളൂ. എന്നാൽ രാത്രി ആയാലുണ്ടല്ലോ ഇത് നേരെ തിരിച്ചേ. കാക്കകൾക്ക് കണ്ണങ്ങ് മങ്ങും, കൂമന്മാർക്കോ മൂങ്ങകൾക്കോ കണ്ണങ്ങ് തെളിയും. അപ്പോൾ ഇവർ പരസ്പരം ആക്രമിക്കുന്നത് പകലൊരിക്കലും മൂങ്ങന്മാർ വന്ന് കാക്കകളെ ആക്രമിക്കുകയില്ല. കാരണം എന്താ? അവർക്ക് കണ്ണിന് തെളിച്ചല്ലേ മൂങ്ങകൾക്ക്. അതുകൊണ്ട് കാക്കകളും മിണ്ടാണ്ട് കൂട്ടിലിരിക്കുകയുള്ളൂ. അതേസമയം മൂങ്ങകളാകട്ടെ പകലൊക്കെ കൂട്ടിലിരിക്കുകയുള്ളൂ. പകൽ കാക്കകളെ പോയി ആക്രമിക്കില്ല. ഇതാണ് അവരുടെ ശത്രുത പുലർത്തുന്നതിൻ്റെ ഒരു രീതി, അവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു രീതി. ഒരു വലിയ കാട് തന്നെയാണ് കേട്ടോ. ധാരാളം മരങ്ങളും കാട്ടുമൃഗങ്ങളും തേനരുവികളും ഒക്കെ ഉള്ള വലിയൊരു കാട്. അവിടെ വലിയൊരു അങ്ങോട്ട് എന്താ പറയണ്ടേ, ഒരു ആൽമരമുണ്ട്. ആൽമരം എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം കൊമ്പും ശാഖകളൊക്കെ ഉണ്ടാകും, ധാരാളം ഇലകളുണ്ടാകും. ഇലക്കൊഴുപ്പ് കൊണ്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും ആലിൻ്റെ കൊമ്പുകൾ. അപ്പോൾ അവയെ താങ്ങാൻ വേണ്ടി വേരിൻ്റെ ഇടയിൽ നിന്ന് തൂണുപോലെ ഒരു വേരങ്ങ് മേലോട്ട് വളരും. ഈ മേലോട്ട് ചെന്നിട്ട് തൂങ്ങി വരുന്ന ആലിനിങ്ങനെ താങ്ങി നിൽക്കും. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പല ആൽമരങ്ങൾക്കും ധാരാളം തൂണുകൾ
കീഴ്പോട്ട് നിൽക്കുന്നുണ്ട്. അവ വേരുകൾ മേലോട്ട് വളരുന്നതാണ്. വേരുകൾ മേലോട്ട് വളരുന്ന വൃക്ഷങ്ങൾ ആൽമരങ്ങളാണ്. ഈ ആലിൽ ധാരാളം ഇലക്കൊഴുപ്പുണ്ട്, ധാരാളം ശിഖരങ്ങളുണ്ട്, നല്ല വണ്ണമുള്ള കരുത്തുള്ള ബലമുള്ള ശിഖരങ്ങൾ. ആലിന് മൊത്തം നല്ല തടിയുണ്ട്. ആ ആൽമരത്തിൽ മറ്റു പല പക്ഷികളും കൂടുകൂട്ടി താമസിക്കുന്നുണ്ട്, പോടുകളുണ്ട്. മേഘവർണ്ണൻ എന്ന് പറയുന്ന ഒരു കാക്ക, അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരും ഉണ്ട്. എല്ലാവരും കുടുംബസമേതം ഈ ആൽമരത്തിലാണ് താമസം. അങ്ങനെ അവരവിടെ അങ്ങനെ താമസിക്കുന്നുണ്ടുമ്പോൾ അവർക്കും അത്ര സുഗമമായിട്ടൊന്നും പുറത്തു പോകാൻ പറ്റില്ല. കാരണം താഴെയുള്ള ഈ ആലിൻ്റെ പോടുകളിലൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഓരോ തുള കാണാം, ചെറിയൊരു തുള. എന്തതിങ്ങനെ ഒരു ഓട്ട എന്ന് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഓട്ട ഇവിടെ കാണുന്ന ചെറുപ്പേ ഉള്ളൂ. ഈ പുറമെ ഉള്ളിലേക്ക് പോകും തോറും വലിപ്പം കൂടി അവസാനിക്കുന്നിടത്ത് പരന്ന വിശാലമായിട്ടുള്ള ഒരു പാമ്പിൻ്റെ അളയാണത്. അള എന്നാണ് പറയുക. പാമ്പിൻ്റെ വാസസ്ഥലത്തിന് പാമ്പിൻ്റെ അള. ഈ പാമ്പ് ചെറിയ വായുണ്ടാക്കണം എന്താണെന്നോ, മറ്റ് ജീവികൾക്കൊന്നും അതിന് കയറി വന്ന് തങ്ങളെ ഉപദ്രവിക്കാൻ പറ്റരുത്. തങ്ങൾക്കാണെങ്കിൽ പതുക്കനെ തലയൊന്നും അങ്ങോട്ട് കടത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചകേന്നങ്ങ് പോയി താഴേക്കെത്താം. തൻ്റെ പാമ്പിൻ്റെ ആൺപാമ്പും പെൺപാമ്പും മുട്ടയിടുകയും അടയിരിക്കുകയും കുടുംബസമേത താമസം. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ മുകളിലൊക്കെ പക്ഷികളും പക്ഷിക്കൂടും. മേഘവർണ്ണൻ എന്ന കാക്ക പ്രധാനി, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കുടുംബവും ധാരാളം. താഴെയാണെങ്കിൽ സർപ്പങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ. ആ പേരാലിൻ്റെ ചുവട്ടിൽ ആയിട്ട് പാമ്പുകളും താമസിക്കുന്നു. അരക്കാതെന്ന് വെച്ചാൽ നാഴിക, കുറച്ച് 500 മീറ്റർ കുറച്ച് അകലെയായിട്ട് മറ്റൊരാൽമരമുണ്ട്. ആൽമരം സാമാന്യം വലിയ ആൽമരം തന്നെയാണ്. അവിടെ അരിമർദ്ദനൻ എന്ന് പറയുന്നൊരു കൂമൻ താമസിക്കുക. കൂമൻ എന്ന് പറഞ്ഞാൽ മുങ്ങ. അരിമർദ്ദനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അരി എന്ന് പറഞ്ഞാൽ ശത്രു, മർദ്ദനൻ ശത്രുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നവൻ. ആ പേരിനങ്ങൾ അന്വർത്ഥമാകുന്ന വിധത്തിൽ തന്നെ കാക്കകളെ അങ്ങോട്ട് ദിവസവും കാക്കകളെ കൊല്ലണം അയാൾക്ക്. അതാണ് അയാളുടെ ദൃഢനിശ്ചയം. ഈ മൂങ്ങരാജാവും കൂട്ടരും താമസിക്കുന്ന ആൽമരം, കാക്കാൻ മേഘവർണ്ണനും കൂട്ടുകാരും താമസിക്കുന്ന ആൽമരം, ഇത് രണ്ടും അങ്ങുമിങ്ങനെ കാണാം. അവിടെ കാക്കകളില്ല. എവിടെ? അരിമർദ്ദനൻ്റെ ആൽമരത്തിൽ. മേഘവർണ്ണൻ്റെ ആൽത്തറയിലോ കൂമന്മാരും ഇല്ല. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, ദൂരെ താമസം. ഈ കൂമൻ എന്ന വർഗ്ഗം ഉണ്ടല്ലോ, അവർ വളരെ ഒത്തൊരുമയാണ്. രാത്രിയാണ് അവരുടെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയല്ലേ. രാത്രി ഈ കാക്കകളാണെങ്കിൽ കപ്പട്ട കണ്ണന്മാരാണ്. അതുകൊണ്ട് എപ്പോഴും ഈ കാക്കവേട്ടയ്ക്ക് കൂമന്മാർ ഇറങ്ങുന്ന സമയം രാത്രി തന്നെ. അങ്ങനെ ഒരു ദിവസം രാത്രി അരിമർദ്ദനൻ കാക്കവേട്ടയ്ക്ക് ഇറങ്ങി. അയാൾ ഒറ്റയ്ക്കൊന്നുമല്ല കേട്ടോ, കൂട്ടുകാരായ കൂമന്മാരൊക്കെ കുറേ ഉണ്ട് കൂടെ. എല്ലാവരും കൂടി ഇറങ്ങി. കണ്ണിൽപ്പെട്ട കാക്കകളെ ഒക്കെ അങ്ങോട്ട് കുത്തി കീറി കൊന്നു. നല്ല അരിമർദ്ദൻ്റെ ഒരു സമാധാനമുള്ളൂ. എങ്ങനെയാണെന്നറിയില്ല. ഈ മേഘവർണ്ണനും അദ്ദേഹത്തിന് ഒരു 4-5 മന്ത്രിമാരും ഒരു കണക്കിനങ്ങോട്ട് രക്ഷപ്പെട്ടു. അവരെങ്ങനെയോ മറ്റൊരു മരത്തിൽ ചേക്കേറി. വേറൊരു മരത്തിൽ ചെന്ന്, അവരുടെ ആൽമരത്തിലൊന്നുമല്ല. നേരങ്ങനെ അപ്പോഴേക്കും നേരം പരാ വിളിക്കാറായി, പ്രഭാതമായി. ഇവർ മന്ത്രിമാരും മേഘവർണ്ണനും കൂടി വളരെ ധാരാളം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ കൂമന്മാർ കൊത്തി വലിച്ചിട്ട് ശരീരം മുഴുവൻ പരിക്ക് പറ്റിയിട്ടുണ്ട്. മന്ത്രിമാർക്കും ഉണ്ട്, മേഘവർണ്ണനും ഉണ്ട്. അവർ തമ്മിൽ സംസാരിച്ച് കൂമന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. ഇവരൊരു പാഠം പഠിപ്പിക്കേണ്ടതൊന്നും പറ്റില്ല. അപ്പോൾ മേഘവർണ്ണൻ്റെ മന്ത്രിമാരാണ് ഉദ്ദീപകൻ, ഒരു ആദ്യത്തെ ഏറ്റവും പ്രായമുള്ള ആളാണ് ഉദ്ദീപകൻ, പിന്നെ സന്ദീപകൻ, പിന്നെ പ്രദീപകൻ, പിന്നെയോ ആദീപകൻ,
ചിരഞ്ജീവി. ചിരഞ്ജീവി എന്ന പേരിൻ്റെ അർത്ഥം തന്നെ എന്നും ജീവിക്കുന്നവൻ, ദീർഘകാലം ജീവിക്കുന്ന. ഇത്ര പ്രായം പക്വതൊക്കെ ഉള്ള ആളാട്ടോ. മൂങ്ങയാണ്, കാക്കയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ മേഘവർണ്ണൻ്റെ മന്ത്രിമാർ അവരിങ്ങനെ കാര്യവിചാരം തുടങ്ങി. തമ്മി സഭ കൂടി വേറെ മരത്തമ്മയാണല്ലോ ആലോചിച്ച് കൊടുക്കും. മേഘവർണ്ണം പറഞ്ഞു, മന്ത്രിമാരായ നിങ്ങളുള്ളത് കൊണ്ടാണ് എൻ്റെ ഭരണം തന്നെ ശരിക്കും നടക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേനെ. പക്ഷേ ഇപ്പം നമ്മുടെ ശത്രുക്കൾ വന്നു നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒരുപാട് പേരെ കൊന്നൊടുക്കി. ശത്രുക്കളെ നമുക്ക് എതിരിടണം. ഈ കോമന്മാരെങ്ങനെ വിട്ടാൻ പറ്റില്ല. അവർ നമ്മുടെ ശത്രുക്കൾ തന്നെ. എന്താ അപ്പം അതിന് വഴി? നമുക്കതൊന്ന് ആലോചിക്കണം എന്നിങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ അന്ന് അപ്പോഴേക്കും നേരം വെളുത്തു. മറ്റുള്ള കാക്കകളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. മൂങ്ങകളൊക്കെ കൂട്ടിനകത്ത് കയറി. മൂങ്ങകളും ധാരാളം പേരെ ഈ കാക്കകളുടെ കൊത്തുകൊണ്ട് മരിച്ചു പോയിട്ടുണ്ട്. തിരിച്ചു വന്നാൽ പറയാൻ തിരിച്ചു വന്നു എന്ന്, ഇങ്ങനെയേ ഉള്ളൂ. അപ്പോൾ അരിമർദ്ദനൻ തനിക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ കണക്കെടുത്തു. മേഘവർണ്ണനും തനിക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരുടെയൊക്കെ കണക്കെടുത്തു. അങ്ങനെ ആ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കഥ ഇന്നിവിടെ നിൽക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും തുടരുകയാണ് കേട്ടോ. ഇവരുടെ കഥ നമുക്ക് പറയാതെ കണ്ട് പറ്റില്ല. ഇവിടെ സന്ധിവിഗ്രഹം എന്ന് പറയുന്ന മൂന്നാമത്തെ തന്ത്രത്തിൻ്റെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന കഥയാണ് ഇപ്പോൾ ഒന്നാം ഭാഗം. ഇതിൻ്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം പറയും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അതാണ് കഥ. ഈ കാക്കകളുടെയും കൂമന്മാരും തമ്മിലുള്ള മത്സരമാണ് ഇതിലെ കഥകൾ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. ഈ മൂന്നാമത്തെ തന്ത്രത്തിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന കഥയുടെ ഒന്നാം ഭാഗം തീർച്ചയായിട്ടും കേൾക്കണം. നല്ല രണ്ടാം ഭാഗത്തിന് താല്പര്യം ഉണ്ടാവുള്ളൂ. ഞാൻ അടുത്ത ദിവസം രണ്ടാം ഭാഗമാണ് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും നന്ദി.